തിരുവനന്തപുരം രാജ്യാന്തര ചലച്ചിത്രമേളയിൽ വന്നാൽ നിറയെ ചിരിയുമായി ഒരാളെ കാണാം. തോന്നക്കലിൽ നിന്നും പ്രതീക്ഷകളുടെ ചക്രവുമായി IFFK വേദിയിലേക്കെത്തുന്ന പ്രീതയെ പരിചയപ്പെടാം ഇനി. കഥ തുടങ്ങുന്നത് ഈ ചിരിയിലൂടെയാണ്. ജീവിതത്തിന്റെ ഓരോ സീനുകളെയും അതിജീവിച്ചു പോരാടിയ ആത്മവീര്യത്തിന്റെ ചിരിയാണത്. ഈ കഥയിലും ഒരു വില്ലനുണ്ട്. പ്രതീക്ഷയും സ്വപ്നങ്ങളും ഒരൊറ്റ സീനിൽ തകർന്നു പോയ നിമിഷങ്ങളുണ്ട്. അത് പെട്ടെന്ന് കാലുകൾ തളർന്നു പോയതാണ്. അപ്പോൾ പരിശോധിച്ചപ്പോൾ നട്ടലിനകത്ത് ട്യൂമർ ആണെന്ന് പറഞ്ഞു. പിന്നെ അത് ശ്രീചിത്രയിൽ ഓപ്പറേഷൻ ചെയ്തു. അത് കഴിഞ്ഞ് ഒരേ കിടപ്പായിരുന്നു. വീണ്ടും ഫിസിക്കൽ മെഡിസിൻ്റെ ട്രീറ്റ്മെൻറ്റ് മെഡിക്കൽ കോളേജിൽ കിടന്നു. അതിൻ്റെ ഭാഗമായിട്ട് കുറേശ്ശെ എണീറ്റിരിക്കാൻ തുടങ്ങി. തളർത്തിയേക്കാമെന്ന് കരുതിയപ്പോൾ കൂടുതൽ കരുത്തായ പെണ്ണിന്റെ കഥയാണിത്. 2 മണിക്കൂറിൽ മിന്നിമറയുന്ന സീനുകളല്ല, വർഷങ്ങളെടുത്ത് അതിജീവനത്തിന്റെ പാത പിന്നിട്ടതാണ്. അതിജീവനത്തിൽ കിടക്കുന്നതെന്ന് പറയുമ്പോൾ പുറമേ നിന്ന് നോക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല. പലരും എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, വീൽ ചെയറിലല്ലേ, എന്തിനാണ് ഇങ്ങനെയൊക്കെ പോകുന്നത്, എന്നൊക്കെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി കിടന്നത്. എൻ്റെ ബന്ധുക്കൾ ചോദിച്ചിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ നിന്ന് ആദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇതൊക്കെ പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്ത് വീട്ടിൽ ബാക്കി എല്ലാത്തിനും എനിക്ക് സപ്പോർട്ടാണ്. പക്ഷെ പുറത്തേക്ക് ഇറങ്ങുന്ന കാര്യം വരുമ്പോൾ മാത്രം കുറച്ച് പ്രശ്നമാണ്. ആദ്യം ഇത് ഉണ്ടാക്കി തുടങ്ങുന്നത് എനിക്കൊരു സാറാണ് ഒരു മുത്ത് മേടിച്ചുകൊണ്ട് തന്നിട്ട്, ആ സാറ് എന്നെ ആ മാല മേടിച്ച് 100 രൂപയ്ക്ക് മേടിച്ച്. അതാണ് എൻ്റെ ഫസ്റ്റ് കൈനീട്ടം. അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. ചലച്ചിത്രവേദിയിൽ അവർ എങ്ങനെ സ്വപ്നങ്ങൾക്കൊരിടമിട്ടു. സിനിമ കണ്ടിറങ്ങുന്നവർ മുതൽ മേളയിലെത്തുന്ന പലരും ഒരു കുഞ്ഞു പേന വാങ്ങി ആ സന്തോഷത്തിനൊപ്പം ചേർന്നു. തിയേറ്ററിലൊക്കെ വരുന്നത് ആദ്യമായിട്ടാണ്. നമുക്ക് പോലുള്ള ആൾക്കാർക്ക് പോലുള്ള പ്രശ്നം എന്താണെന്ന്, തിയേറ്ററിൽ പോയി സിനിമ കാണാൻ പറ്റത്തില്ല, റാമ്പ് സൗകര്യമില്ല. ഞാൻ ഇവിടെ ആറ്റിങ്ങ തിയേറ്ററിൽ പോയിട്ട് അടി ഉണ്ടാക്കിയിട്ടുണ്ട്. കഥാന്ത്യത്തിൽ കലങ്ങിത്തെളിയണം, കണ്ണീരു നീങ്ങി കളിച്ചിരിയിലാവണം ശുഭമെന്നതുപോലെ ഈ കഥ ഇനിയും ഈ ചിരിയിലൂടെ തുടരട്ടെ. ഈ യാത്രയും. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ചേകവർക്കൊപ്പം റിപ്പോർട്ടർ സുനിഷ അയ്യല്ലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.